ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മളെ CB ഷൈൻ വണ്ടി ഓയിൽ കത്തിപ്പോണ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഓയിൽ മാറ്റിയാലും ഒരു 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ തന്നെ ഓയിൽ ലെവൽ ഒരുപാട് കുറയുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. സിലിണ്ടറും അതിൻ്റെ ഹെഡിൻ്റെ പോർഷൻ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സിലിണ്ടറിനകത്ത് വന്നേക്കുന്ന സ്ക്രാച്ചസാണ് ആ ഓയിൽ കയറി കത്താനുള്ള കാരണം കേട്ടോ. അവിടെ അങ്ങ് ഈ കറക്റ്റ് അടിയിലത്തെ പോയിന്റ് പോയി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. 3-4 വര നല്ല രീതിയിൽ സ്ക്രാച്ചസ് ആയിട്ട് ഇങ്ങനെ വീണിട്ടുണ്ട്. അത് സിലിണ്ടറിൻ്റെ ആണ് ശരിക്കും കംപ്ലയിൻറ്റ്. സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലയിൻറ്റ്. ഈ അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ട്. 3-4 ലൈൻ ഇച്ചിരി ഡീപ്പായിട്ട് താഴേക്ക് കുഴിഞ്ഞ രീതിയിലൊരു ഇത് വന്നിട്ടുണ്ട്. അത് വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിലിണ്ടർ ഹെഡിനകത്ത് കരി പിടിക്കുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. ഹെഡിൻ്റെ ഈ ടോപ്പ് പൊസിഷനിൽ അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇതിപ്പോൾ നോക്കും, ഇതിൻ്റെ വാൽവിൻ്റെ ഇതിനകത്ത് നോക്കും പറയാം കരി പിടിച്ചിട്ട് നല്ല രീതിയിൽ നല്ല കട്ടിയിൽ കരി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു പരിധി കൂടുതൽ അതിനകത്തേക്ക് കരി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ശരിക്കും ഇതിൻ്റെ RPM ഹൈ RPMൽ ഇതിനകത്ത് വർക്ക് ചെയ്യും. ഈ വാൽവും പിസ്റ്റൺ എല്ലാനും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ചാണ് പൊടി ഇതേപോലെ ഈ കരി ഇതേപോലെ സിലിണ്ടർ ഹെഡിനകത്തേക്ക് വന്ന് വീഴും. അതായത് ഈ ചേമ്പറിലേക്ക് വരും. സിലിണ്ടറിൻ്റെ ബോറിനകത്തേക്ക് വന്നതിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ കരിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ നല്ല രീതിയിൽ അരായിരിക്കും. അതങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഈ പിസ്റ്റൺ റിങ്സിൻ്റെ ഈ ഗ്യാപ്പിലൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ പല പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴാണ് ആ സ്ക്രാച്ചസ് വന്നതിനകത്ത്. അതിനകത്ത് കാര്യം ലൂബ്രിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് ഈ കാർബണിന് അരം കൂടുതലാണ് ഇങ്ങനെ വന്ന കേസിൽ. അപ്പോൾ അതാണ് മെയിനായിട്ടൊരു റീസൺ. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ, ഇങ്ങനത്തെ കംപ്ലയിൻറ്റുകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ ഓരോ 30,000 കിലോമീറ്ററിലുമാണ് സിലിണ്ടർ ഹെഡ് അഴിച്ചിട്ട് അതിൻ്റെ കരി ക്ലീൻ ചെയ്ത് കാർബൺ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. ഡീകാർബണൈസിങ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആ അഴിക്കണ കൂട്ടത്തിൽ കൂടെ നമ്മളെ സിലിണ്ടറിൻ്റെ ഈ പിസ്റ്റണിൻ്റെ റിങ്സിനൊക്കെ തേമാനോ അല്ലെങ്കിൽ പിസ്റ്റണിൻ്റെ വൈപ്പിംഗ് പവറൊക്കെ ഇച്ചിരി കുറയും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് പിസ്റ്റൺ ആണെങ്കിൽ കമ്പനി സ്റ്റാൻഡേർഡ് പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിങ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ മാറ്റി കയറ്റി കഴിഞ്ഞാൽ 100% പെർഫെക്ഷനിൽ കിട്ടും നമുക്കത്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് അത്യാവശ്യം ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡിനൊക്കെ ചെറിയ പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയൊരു പ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുമേക്ക് പുതിയ സിലിണ്ടർ ഇടണമെന്ന് നമ്മൾ അത്രയും കൂടെ ഇതായിട്ട് പറയാം. കാരണം ഞാൻ നമ്മളിപ്പോൾ പുതിയ സിലിണ്ടറൊക്കെ കയറ്റി സെറ്റ് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിന് അത്രയും കറക്റ്റ് മാക്സിമം ലൈഫ് ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചാലും നമ്മൾ ഇടുന്ന സിലിണ്ടർ പ്രശ്നമൊക്കെ ഡാമേജിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കുറഞ്ഞ രീതിയിൽ, അതായത് കുറഞ്ഞ രീതിയിലെങ്കിൽ കൂടി നമുക്ക് വാറണ്ടി തന്നെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സിലിണ്ടർ പഴയ തന്നെ യൂസ് ചെയ്തതിന് ശേഷം പിസ്റ്റൺ മാത്രം ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബോർ ചെയ്ത് 1 വർഷത്തെ വാറണ്ടിയിൽ നമുക്ക് കിട്ടും. ക്ലിയറായിട്ട് നമുക്കത് കറക്റ്റായിട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കയറ്റിയാലും മതി നിലവിൽ കേട്ടോ. കാരണം ഈ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ പഴയതായതുകൊണ്ട് നമ്മൾ പറയാം. നേരെ മറിച്ച് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കയറുന്ന വണ്ടിയിലാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ബോറിങ്ങിൽ അത്ര ഇത് പറയില്ല. കാരണം പുതിയത് മേടിച്ചിടാനേ പറയുള്ളൂ. ഇതിനകത്തേക്ക് പുതിയത് മേടിച്ചിടുന്നതിൽ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബോറിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ. ബോറിങ് ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്കത് 1 വർഷത്തെ ഗ്യാരണ്ടിയിലാണ് നമ്മളത് ചെയ്ത് മേടിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വാൽവുകളും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഈ ഉള്ളിൽ വന്ന ഗൈഡ് ഉണ്ടല്ലോ, ആ ഗൈഡ് ഡാമേജാണ്, ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റുകൾ മാറണം. ഹെഡിൻ്റെ ടോപ്പ് കവറിൻ്റെ ബീഡിങ്, അതിൻ്റെ മൗണ്ട് റബ്ബറിൻ്റെ ഗ്യാസ്കറ്റ്, മൗണ്ട് റബ്ബർ, അതേപോലെ പ്ലഗൊക്കെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് നിസ്സാര കൂടിയുള്ളൂ. അപ്പോഴത്തേക്ക് വീണ്ടും കാർബൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ പ്ലഗൊക്കെ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ സിലിണ്ടർ ഹെഡ് അഴിക്കണത് കൊണ്ട് തന്നെ എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് ബാക്കിത്തെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളത് ക്ലിയർ ചെയ്യുള്ളൂ. കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വാക്യൂം പിസ്റ്റനൊക്കെ ഒരു അല്പം തേമാനമുണ്ട്. മാറ്റേണ്ട പ്രശ്നമൊന്നുമില്ല. ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ ഒരു ചെറിയതായിട്ട് ഇങ്ങനെ പിടിച്ചണൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. മാറ്റേണ്ട ആവശ്യമില്ല. തൽക്കാലം നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സൈലൻസറിനകത്തും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ആ സൈലൻസറും നമുക്ക് കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണത്. അപ്പോൾ സിലിണ്ടർ നമ്മൾ ബോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ രീതിയിൽ എഞ്ചിൻ്റെ അത്യാവശ്യം എഞ്ചിനും പഴക്കമുണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ രീതിയിലൊരു സജഷൻ പറഞ്ഞത് കേസ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. 1 ഇയർ വാറണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യണത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.